ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വിവാഹമാണ്. ആരുടെ വിവാഹം? ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിവാഹം ആഘോഷിച്ചിട്ടുണ്ടാവുക കൃഷ്ണനായിരിക്കും. ഇപ്പം ജാനുവരി 2024 ജാനുവരി, ഇതിപ്പോൾ ഫെബ്രുവരി, മാർച്ച്, എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു 5 സപ്താഹങ്ങൾ നടത്തിയിട്ടുണ്ടാവും അല്ലേ? ഈ 5 സപ്താഹങ്ങൾ ഇതിലൊക്കെ 5 കല്യാണം. അങ്ങനെ എത്ര ആചാര്യന്മാർ, എത്ര സപ്താഹം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കല്യാണം ആരുടെ ആഘോഷിക്കുന്നത്? ആരുടെയാണ്? കൃഷ്ണൻ്റെയാണ്. ഇത്രയും കല്യാണം നോക്കാലോചിച്ചു. എന്താ കൃഷ്ണൻ്റെ കല്യാണത്തിന് ഇത്രയും മഹത്വം? അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ്റെ കല്യാണം ആരോട് കൂടിയാണ് കൃഷ്ണൻ കല്യാണം കഴിക്കുന്നത്? ആരെയാണ് കൃഷ്ണൻ സ്വീകരിക്കുന്നത്? രുക്മിണീ ദേവി. അനവധി കല്യാണമുണ്ട്, നാളെ വേറെ കാണാം. അപ്പം ആദ്യത്തെ സാമ്പിൾ വെടിക്കെട്ട് അല്ലെങ്കിൽ ആദ്യത്തെ കല്യാണം രുക്മിണീ ദേവിയാണ്. ആ കല്യാണം കേൾക്കണ്ടേ? വേണോ വേണ്ടയോ? കഥ കേൾക്കണോ? ആഘോഷം മാത്രം മതിയോ? കഥയ്ക്ക് കൂടി വേണ്ടേ? അപ്പോൾ എങ്ങനെയാണ് ഭഗവാൻ രുക്മിണിയെ കല്യാണം കഴിച്ചത്? അതൊരു സാധാരണ കല്യാണമല്ല. അത് പിന്നെ എങ്ങനെയുള്ള കല്യാണമാണ്? ചെറിയൊരു തട്ടിക്കൊണ്ടുവരലാണ്, കിഡ്നാപ്പിംഗ്. കൃഷ്ണൻ രുക്മിണിയെ അപഹരിച്ചു. എന്താണ് ആ കഥയൊന്ന് പറഞ്ഞു തരുമെന്ന് പറഞ്ഞപ്പോൾ പറയുകയാണ്, പണ്ട് വിദർഭ എന്ന് പറയുന്ന രാജ്യം. ഏതാ രാജ്യം? വിദർഭ. ഇന്നുകൊണ്ട് വിദർഭ. അവിടുത്തെ രാജാവായിരുന്നു ഭീഷ്മകൻ. ആരാണ്? അദ്ദേഹത്തിന് 5 ആൺമക്കളും ഒരു പെൺകുട്ടിയും. ആൺമക്കളുടെ പേര് രുക്മി, രുക്മരഥൻ, രുക്മമാലി, രുക്മകേശി, രുക്മഭാവം. ഒരേ ഒരു മകള്, പേര് രുക്മിണി. അപ്പം ആ രുക്മിണി ദേവി കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ ഒരു ബ്രാഹ്മണൻ, ഒരു കാരണവരെന്ന് വെച്ചോളൂ, കൊട്ടാരത്തിൽ വന്ന് കുട്ടികൾക്ക് കുറേ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. അതിൽ ഈ രുക്മിണി മാത്രം അവിടെ ഇരിക്കും, ബാക്കിയൊക്കെ കണക്ക് തന്നെ. എന്ന് പറഞ്ഞാൽ ആമ്പിള്ളേരെ കുഴപ്പ്. അന്ന് തോണ്ടാനില്ലാതിരുന്നിട്ട് പോലും അവരൊന്നും അതിന് കിട്ടിയില്ല. ആരിയ്ക്കും? രുക്മിണി ദേവി ഇരിക്കും. ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ വീര ധീര ശൂര പരാക്രമങ്ങളൊക്കെ പറഞ്ഞ് വൃന്ദാവന കണ്ണൻ്റെ, മധുരയിലെ കൃഷ്ണൻ്റെ, ഭഗവാൻ അതിനുശേഷം ദ്വാരകയിലേക്ക് മാറും ദ്വാരകാനാഥൻ്റെ കഥകൾ പറഞ്ഞ് രുക്മിണീ ദേവിയുടെ ഉള്ളിൽ കൃഷ്ണനോട് തീവ്രമായൊരു അനുരാഗം. കല്യാണം കഴിക്കുകയാണെങ്കിൽ, കെട്ടുകയാണെങ്കിൽ ആരെ കെട്ടണം? കല്യാണം കഴിക്കുകയാണെങ്കിൽ ആരെ കെട്ടണം? രുക്മിണി തീരുമാനിച്ചു ആരെ കെട്ടും? കൃഷ്ണനെ കെട്ടുന്നൊരു. അങ്ങനെ കല്യാണപ്രായമായി. അച്ഛൻ വിളിച്ചു, ഭാര്യയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, മോളുടെ കല്യാണമൊക്കെ ആയല്ലോ, നമുക്ക് ഉചിതമായിട്ടൊരാളെ ഏൽപ്പിക്കണ്ടേ? അതെന്ന് ചോദിച്ചപ്പം പറഞ്ഞു, ഇവൾക്ക് വല്ലവരോടൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കല്ലേ നല്ലത്, അവരും കൂടി വിളിക്കല്ലേ നല്ലത്, വെറുതെ നമ്മൾ അവളെ വേദനിപ്പിക്കണ്ട. അന്നത്തെ കാലത്തും ഇങ്ങനൊരു ചിന്ത ഉണ്ട്. എന്ത്? ആരോടെങ്കിലൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടി ചോദിച്ചിട്ട് മതി വേറൊരാൾക്ക് കൊടുക്കുക എന്നുള്ളത്. ഇന്നിപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കണ്ടേ മക്കളോട്? വേണോ? വല്ലവരൊക്കെ ഉണ്ടെങ്കിൽ പറയടിയെന്നാൽ പിന്നെ ഞങ്ങൾ പണി തീർന്നല്ലോ എന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ വല്ലവരൊക്കെ ഉണ്ടോ? അപ്പം അമ്മ പറഞ്ഞു, ഇങ്ങനെ കൃഷ്ണൻ്റെ കഥ പറയുമ്പോൾ അവളുടെ മുഖത്തൊരു സന്തോഷമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അച്ഛൻ ചോദിച്ചു മോളോട്, കൃഷ്ണൻ ഒന്ന് ആലോചിക്കട്ടെ എന്ന്. അപ്പം ഇങ്ങനെ താഴെ വിരലുകൊണ്ട് വരച്ചു. മണ്ണിലിങ്ങനെ വിരലുകൊണ്ട് വരച്ചാൽ അതിനർത്ഥം എന്താണ്? കാലിന് രോഗമില്ല, അസുഖമില്ല എന്നാണോ? കൃഷ്ണനോടൊരു ഇഷ്ടമുണ്ട് എന്നർത്ഥം. ഇത് കേട്ടു രുക്മിണിയുടെ സഹോദരൻ രുക്മിക്ക് കൃഷ്ണനോട് ബദ്ധവൈരമാണ്. കാരണം രുക്മി കൃഷ്ണൻ്റെ ശത്രുപക്ഷത്തോട് വലിയ ബന്ധമുള്ള ആളാണ്. കംസനെ കൊല്ലുമ്പോൾ കംസൻ്റെ 2 ഭാര്യമാരാണ് അസ്ഥി പ്രാപ്തി പറയും. ഇവർ ജരാസന്ധൻ്റെ മക്കളായിരുന്നു. അപ്പം തൻ്റെ മക്കൾ, പെൺകുട്ടികൾ വിധവകളായതിൻ്റെ കാരണം കൃഷ്ണനാണെന്ന പ്രതികാരം ഇത് രുക്മിയുടെ തലയിലും കയറി. അതുകൊണ്ട് കൃഷ്ണനെ ശത്രുവായി കണ്ടു. അച്ഛനോട് പറഞ്ഞു, കൃഷ്ണനുമൊത്ത് സഹോദരിയുടെ കല്യാണം നടത്താൻ ഞാൻ അനുവദിക്കില്ല, ജീവനുണ്ടെങ്കിൽ സമ്മതിക്കില്ല. കാരണം കൃഷ്ണന് യോഗ്യതയില്ല. അല്ലെങ്കിൽ കൃഷ്ണനെ നമ്മുടെ വീട്ടിൽ കയറ്റാൻ പറ്റുമോ? കൃഷ്ണൻ്റെ ചരിത്രം എടുത്ത് നോക്കൂ നിങ്ങൾ, എന്ത് യോഗ്യതയുണ്ടെന്ന്. എന്താ ഇപ്പോൾ കൃഷ്ണന് പറയാനുള്ള കഥകളൊക്കെ നിങ്ങളിത് കേട്ടിട്ടുണ്ടോ? വെണ്ണ കട്ടു, പാല് കട്ടു, കുട ഉടച്ചു, വീടുടച്ചു, അത് കഴിഞ്ഞ് കുളിക്കാൻ പോയ പെണ്ണുങ്ങളെ തുണി കട്ടു.
അത് കഴിഞ്ഞ് സ്വന്തം അമ്മാവൻ്റെ നെഞ്ചത്തിടിച്ച് അമ്മാവനെ ഇടിച്ചു. ഈ തരത്തിലൊരു ക്രിമിനലായിട്ടുള്ള ആളാണ് ആര്? കൃഷ്ണൻ ഇങ്ങോട്ട് കയറ്റാൻ പാടില്ല. ഞാൻ ജീവനോടുകൂടി ഇരിക്കുകയാണെങ്കിൽ ആർക്ക് കൊടുക്കില്ല? കൃഷ്ണന് കൊടുക്കില്ല. അപ്പം അച്ഛൻ ചോദിച്ചു, അല്ല അപ്പം ആർക്ക് കൊടുക്കുന്ന? അച്ഛനെങ്ങാനും കൃഷ്ണനെ കൊണ്ടുവരാൻ വഴിയൊരുക്കിയാൽ കംസൻ ചെയ്യുന്ന പോലെ അച്ഛനെ ജയിലിലടച്ച് ഞാൻ എൻ്റെ സഹോദരിയെ കൊടുക്കുന്നു. ആർക്ക് കൊടുക്കും? എൻ്റെ സുഹൃത്തിനെ കൊണ്ട് കെട്ടിക്കും. ആരോ നിൻ്റെ സുഹൃത്ത്? ശിശുപാലൻ. ആരാണ്? ശിശുപാലൻ. എന്താപ്പം ശിശുപാലനൊരു പ്രത്യേകത? ശിശുപാലൻ രാജാവാണ്. പിന്നൊരു പ്രത്യേകത വെച്ചാൽ കുട്ടികളായാൽ രുക്മിണിക്ക് കുഞ്ഞുങ്ങളെ നോക്കണ്ട. ആര് നോക്കിക്കോളും? ഭർത്താവ്. കാരണം ഭർത്താവിൻ്റെ പേര് നല്ല പേരല്ലേ. എന്താ ജോലി എന്ന് വെച്ചാൽ ശിശുപാലനാണെന്ന്. പേരെന്താ? അത് ശിശുപാലനാണ്. ജോലിയും പേരൊക്കെ ഒരുപോലെയാക്കാം. അതുകൊണ്ട് ആർക്കേ കൊടുക്കുള്ളൂ? ശിശുപാലന്. ദേവിയെ വീട്ടിൽ കാരാഗ്രഹത്തിലെന്ന പോലെ പറവുകാരെ വെച്ചു. കാരണം ഓടിപ്പോയാലോ ചാടിപ്പോയാലോ ഇന്നത്തെ കാലമൊക്കെ അങ്ങനെയല്ലേ. കൃഷ്ണനെങ്ങാനും വന്ന് കട്ടുകൊണ്ടുപോയാലോ എന്നൊക്കെ കരുതി അവിടെയൊക്കെ പറവുകാരെ വെച്ചു. വേറൊരു വശത്ത് രുക്മി അനൗൺസ് ചെയ്തു, ഞാൻ എൻ്റെ സഹോദരിയെ രുക്മിണിയെ ആർക്കാണ് കൊടുക്കുന്നത്? ശിശുപാലന് കൊടുക്കും. കത്തൊക്കെ അടിച്ച് എല്ലാവരെയും അറിയിച്ച് കല്യാണത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ ചെയ്ത് അവിടെ ഹോമങ്ങൾ നടക്കുന്നു, സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നു. കല്യാണത്തിൻ്റെ ആരവമാണ്. 2 ദിവസമേ ഉള്ളൂ ഇനി കല്യാണത്തിന്. ബ്രാഹ്മണൻ ഈ വാർത്ത അറിഞ്ഞു. കൃഷ്ണനിൽ മനസ്സർപ്പിച്ചിരിക്കുന്ന രുക്മിണി ഇനിയിപ്പോൾ ആരുടെ കയ്യിലേക്കാണ് പോണത്? ആരുടെ കയ്യിലേക്കാണ്? ശിശുപാലൻ്റെ കയ്യിലേക്ക്. പാവം ദേവി ഒന്ന് കാണാം. ബ്രാഹ്മണൻ രുക്മിണിയെ കാണാൻ ഗൃഹത്തിലെത്തി. ബ്രാഹ്മണനായതുകൊണ്ട് ആരും തടുത്തില്ല. നേരെ രുക്മിണീൻ്റെ അടുത്ത് ചെന്നു. രുക്മിണി അങ്ങോട്ട് കാൽക്കിൽ വീണ് പൊട്ടിക്കരഞ്ഞു. അങ്ങല്ലേ എന്നെ കൃഷ്ണനിലേക്ക് എത്തിച്ചത്, ഇപ്പോഴങ്ങനെ കൈവിടരുത്, എന്നെ കൃഷ്ണനിലേക്ക് എത്തിക്കണം. ദേവി ഞാൻ എന്ത് ചെയ്യാനാണ്? ദേവിയുടെ സഹോദരനെല്ലാം ബന്ധവസ്സാക്കി കൃഷ്ണന് പോലും ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഞാൻ എങ്ങനെ ദേവിയെ സഹായിക്കുന്നു? ദേവി എനിക്ക് തോന്നുന്നു പണ്ട് കണ്ണൂരിൽ വന്ന് പഠിച്ചിട്ടുണ്ടോ സംശയമുണ്ട്. ദേവി ബ്രാഹ്മണനോട് പറഞ്ഞു, ഞാനൊരു കത്ത് തരാം, ഇത് കൃഷ്ണൻ്റെ അടുത്ത് എത്തിക്കുമോ അങ്ങ്. അപ്പം കൃഷ്ണനെ രുക്മിണി ദേവിക്ക് കത്തൊക്കെ എഴുതാൻ അറിയാം. ദേവി ഒരു കത്തെഴുതി. ആർക്ക്? കൃഷ്ണന്. ബ്രാഹ്മണൻ ആ കത്തൊക്കെ വാങ്ങിച്ച് ഉണ്ടിലങ്ങനെ ആരും കാണാത്ത വിധത്തിൽ ഒളിപ്പിച്ചു വെച്ച് അതിവേഗത്തിൽ ദ്വാരകയിലേക്ക് പുറപ്പെട്ടു. ഒരുപക്ഷെ ലോകത്തിലെ ആദ്യത്തെ കത്തെഴുതിയ ആള് ആരായിരിക്കണം? രുക്മിണി ദേവി ആയിരിക്കണം. കത്തെഴുതി. ഈ കത്തും കൊണ്ട് കൃഷ്ണൻ്റെ അടുത്തെത്തി. ഒരൊറ്റ പ്രാർത്ഥനയല്ലോ. കൃഷ്ണനാണെങ്കിൽ എവിടെയും പോകുന്ന ആളാണ്. പലരും വിളിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടും പോകല്ലേ ഭഗവാനെ, ഉണ്ടാവണേ 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 ഉണ്ടാവണേ. ഭാഗ്യത്തിന് കൃഷ്ണൻ എവിടെയും പോയിട്ടില്ല. ബ്രാഹ്മണൻ ചെല്ലുന്നു. ഭഗവാൻ ഓടിച്ചെന്ന് ബ്രാഹ്മണനെ സ്വീകരിച്ചു. കാലൊക്കെ കഴുകി പൂജിച്ചിരുത്തി ആദരവോടെ. ആ മുഖത്ത് നോക്കുമ്പോൾ ഒരു സങ്കടമുണ്ട്. ബ്രാഹ്മണ, എന്താ ഒരു സങ്കടമുണ്ടല്ലോ, എന്താ അങ്ങേ അലട്ടുന്ന വിഷമെന്ന്. കൃഷ്ണ, ഒരു പ്രേമ വിഷയമാണെന്ന്. ഭഗവാൻ തൊഴുതുപോയി. ഈ 80ാമത്തെ വയസ്സിൽ അങ്ങേക്കെന്താ ഭ്രാന്തുണ്ടോ ബ്രാഹ്മണ? അയ്യോ കൃഷ്ണ, ഞാൻ പ്രേമിക്കുന്നതല്ല, എൻ്റെ പ്രേമല്ല. ഒരു പെൺകുട്ടി അങ്ങക്ക് ഒരു കത്ത് തന്നിട്ടുണ്ട്, അവളുടെ ഹൃദയം സമർപ്പിച്ചൊരു കത്ത്, അവളുടെ പ്രേമം. ഞാൻ അങ്ങയുടെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു. ആ പെൺകുട്ടി അത്ര സ്നേഹിച്ചു അങ്ങേ. ഇപ്പോൾ അവളുടെ സഹോദരൻ അവളെ ശിശുപാലൻ ഈ കത്തൊന്ന് അങ്ങ് വായിക്കണം, അവളെ ഒന്ന് അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞ് കത്ത് കൊടുത്തു കൃഷ്ണൻ്റെ കയ്യിൽ. കൃഷ്ണൻ തുറന്നു നോക്കുമ്പോൾ പ്രേമക്കത്താണ്. കൃഷ്ണനൊരു ലജ്ജ വന്നു. കൃഷ്ണൻ ബ്രാഹ്മണൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, വായിച്ചോ, ഞാൻ കേട്ടോളാം. അങ്ങനെ ആര് വായിക്കണോ? ബ്രാഹ്മണൻ. നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടോ? എന്നാലും വയസ്സായാലും പ്രേമത്തിനൊരു കുറവുമില്ല. നോക്കണേ, കത്തിനോടാണ് താല്പര്യം. അപ്പോൾ ആ കത്തൊന്ന് വായിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വായിക്കുകയാണ് കത്ത്. പറയുന്നു, ശ്രുത്വാ ഗുണൻ ഭുവനസുന്ദര ശൃണ്വതാം തേ നിർവിശ്യകർണ വിവരേ ഹരദോംഗതാപം രൂപം ദൃശാം ദൃശ്യമതാം അഖിലാർത്തലാഭം ത്വയ്യച്യുതാ വിശദീ ചിത്തമപത്രപം മേ.
ശ്രുത്വാ ഗുണൻ ഹേ ഭുവന സുന്ദര, ഞാൻ അങ്ങയെക്കുറിച്ച് ധാരാളം കേട്ട് ഹരതുങ്കതാപം, എൻ്റെ താപം മുഴുവൻ ഭഗവാനെ എനിക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ എൻ്റെ അവസ്ഥ എന്താണെന്നറിയോ കൃഷ്ണ? തന്മേ ഭവൻ കലുവൃത പരിരംഗജായം ആത്മാർപ്പിതശ്ച ഭവതോത്ര വിഭോ വിദേഹി മാ വീരഭാഗമവിമർശതു ചൈദ്യ ആറൽ ഗോമായുവൻ മൃഗപദേ ബലിം അംബുജാക്ഷ. അങ്ങയിൽ അർപ്പിച്ചിരിക്കുന്ന എന്നെ ക്രൂരനായ എൻ്റെ സഹോദരൻ ആർക്ക് കൊടുക്കുന്നു? ചൈദ്യം എന്ന് പറഞ്ഞാൽ ശിശുപാലന്. അതുകൊണ്ട് ഭഗവാൻ ഒരു കാര്യം ചെയ്യണം, എന്നെ ആർക്കും കൊടുക്കാൻ അനുവദിക്കരുത്. അപ്പം ഇത് കേട്ടപ്പോൾ ഭഗവാൻ രുക്മിണീ ദേവിയോട് ചോദിക്കുന്ന പോലെ രുക്മിണി തന്നെ ചോദിക്കുകയാണ്, എങ്ങനെ കൊണ്ടുപോകും ഞാൻ ദേവിയെ? അവിടെ വന്നിട്ട് ഈ കത്ത് കാണിച്ചിട്ട് പറയാം, ശിശുപാല മാറി നിൽക്കുക, എനിക്ക് കത്ത് കിട്ടിയിട്ടുണ്ടെന്ന്. ശിശുപാലൻ വിടുമോ? അപ്പോൾ പറയണം ഷോർട്ട് കട്ട് ഉണ്ടെന്ന്. എന്താ ഷോർട്ട് കട്ട്? ഒരു ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞുതരാം. എന്താണത്? പറഞ്ഞു കൊടുക്കുകയാണ്, അങ്ങയിലേക്ക് എന്നെ കൊണ്ടുപോകാൻ എളുപ്പമായൊരു മാർഗം. എന്താണത്? അന്തഃപുരാന്തരചരേ മനിഹത്യ ബന്ധൂൻ ത്വാമുദ്ധഹേ കഥമിതി പ്രപദാമ്യുപായം പൂർവേതിരസ്തി മഹതി കുലദേവി യാത്ര ദഹ്യാം ബഹിർന്ന ഭവതു ഗിരിജാമുപേയൽ. അതായത് ഈ കല്യാണത്തിൻ്റെ മുമ്പ് ഒരു ഘോഷയാത്രയുണ്ട്. ഗിരിജ, അവിടെ ഒരു ദേവീക്ഷേത്രമുണ്ട്. അതാണിപ്പോൾ ഈ ഘോഷയാത്ര നമ്മൾ നടത്തുന്നത്. അവിടെ നിന്ന് വരുമ്പോൾ രാജവീതിയിൽ ആളുകൾ ഘോഷയാത്ര കാണാൻ വേണ്ടി നിൽക്കും. അങ്ങനെ നിൽക്കുന്നിടത്ത് ഒരിടത്ത് ഒളിച്ചു നിന്നാൽ മതി. ഞാൻ സിഗ്നൽ തരും, മിസ് കോൾ. അപ്പം എന്നെ കൊണ്ടുപോകണം, എന്നെ അങ്ങയുടേതാക്കണം എന്ന് സ്വന്തം രുക്മിണി ഒപ്പും. ശേഷം നമുക്ക് നേരിട്ട് കാണാം. കൃഷ്ണന് ഈ കത്ത് വായിച്ചതും ആവേശം, തട്ടിക്കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞാൽ കൃഷ്ണന് കുറച്ച് ആവേശം കൂടുതലാണ്. കാരണം ജീവിതം മൊത്തം ഈ തട്ടലും പിടിക്കലൊക്കെ തന്നെയാണ്. കൃഷ്ണൻ അതിവേഗതയുള്ള രഥം തയ്യാറാക്കി, ബ്രാഹ്മണ പോവാന്ന് കൃഷ്ണൻ പുറപ്പെട്ടു രുക്മിണിയുടെ വീട്ടിലേക്ക്. കുറച്ച് കഴിഞ്ഞ് ബലരാമസ്വാമി, സാധാരണ കൃഷ്ണൻ എന്തും ബലരാമസ്വാമിയോട് ചോദിച്ചിട്ട് ചെയ്യുള്ളൂ, അത് ചോദിച്ചില്ല, അച്ഛനോടും അമ്മയോടും പോലും പറഞ്ഞില്ല. എന്നിട്ട് ബലരാമസ്വാമി വന്ന് കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. എന്ത് കൃഷ്ണൻ? പാറാവുകാർ പറഞ്ഞു ഒരു പെണ്ണ് കത്തെഴുതി കൃഷ്ണൻ പോയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? തട്ടിക്കൊണ്ടുവരാൻ. ബലരാമസ്വാമി തലയിൽ കൈവച്ചു, കൃഷ്ണ അവിടെ യുദ്ധം നടക്കുമ്പോൾ എന്താ കൃഷ്ണൻ ചെയ്യാൻ പോകുന്നത്? ഈ ജരാസന്ധനും മറ്റും സൈന്യം കൊണ്ടുവരില്ലേ? കൃഷ്ണൻ വായും പൊളിച്ച് അവിടെ പോയി നിൽക്കേ. യുദ്ധം ചെയ്താൽ എന്താ? യുദ്ധത്തിന് അവർ വന്നാൽ എന്ത് ചെയ്യും? ഏതായാലും ഒരു കാര്യം ചെയ്യാം, സൈന്യത്തെയും കൊണ്ട് ഞാനും പോവാന്ന്. സൈന്യത്തെയും കൊണ്ട്, ചതുരംഗ സൈന്യത്തെയും കൊണ്ട് ബലരാമസ്വാമിയും പോയി. നോക്കണേ, കൃഷ്ണൻ പോയ റൂട്ടിലല്ല ബലരാമസ്വാമി പോയത്. അതുകൊണ്ട് കൃഷ്ണൻ എത്തുന്നതിന് മുമ്പ് ബലരാമസ്വാമി അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം കൃഷ്ണനൊരു സംശയം, എങ്ങാനും രുക്മിണീ ദേവി കോപ്പി കൊടുത്തു? ഇനി അല്ല, എനിക്ക് മാത്രമല്ല അങ്ങോട്ടൊരു കോപ്പി കൊടുത്തു, ഇദ്ദേഹം എന്തിനാ വന്ന് അറിയില്ലല്ലോ, കാര്യം അറിയില്ലല്ലോ. അല്ല, ഇന്നത്തെ കാലത്തൊന്നും വിശ്വസിക്കാനും പറ്റില്ല. കാരണം കാലം മാറിയ കാലമാണ്. ഐ ലവ് യു എന്ന് പറയുന്നത് ചിലപ്പോൾ മൂന്നാമത്തെ ആളോടായിരിക്കും. ഏതായാലും ഇവിടെ കൃഷ്ണൻ ബലരാമസ്വാമിയുടെ മുഖത്ത് എന്തിനാ വന്നതെന്ന് ഉടനെ കൃഷ്ണനെ കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ വന്നതേ എന്തെങ്കിലും അപകടം നിനക്കുണ്ടെങ്കിൽ സൈന്യത്തെയും കൊണ്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നീ കൃഷ്ണ സൂക്ഷിക്കണം കാര്യങ്ങളൊക്കെ. അപ്പം മനസ്സിലായി തൻ്റെ കാര്യം നോക്കാനാണ് വന്നത്. സമാധാനം. ജ്യേഷ്ഠൻ്റെ കാലൊക്കെ പിടിച്ചു അനുഗ്രഹിക്കണമെന്ന്. അവരെ രണ്ടുപേരെയും ഈ രാജാവ്, അതായത് ഭീഷ്മകൻ കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ രുക്മിണീ ദേവിയെ തയ്യാറാക്കുകയാണ് ഘോഷയാത്രയ്ക്ക്. അപ്പം അന്നുകൊണ്ട് മേക്കപ്പുകാരും പേസ്റ്റും കാര്യങ്ങളൊക്കെ അന്നുണ്ട്. ദേവി ഇങ്ങനെ ഒരുക്കുന്നതിനിടെ ദേവി കരയും. അപ്പോൾ ഈ മേക്കപ്പൊക്കെ പോവും. അപ്പോൾ അവർ പറയും, അവർ വിചാരിച്ചെന്താൽ അച്ഛനെയും അമ്മയൊക്കെ വിട്ടുപോകാനുള്ളൊരു സങ്കടം കൊണ്ടാണ് കരയണത് എന്ന് പറഞ്ഞു. ദേവി കരയേണ്ട, കല്യാണത്തിനെല്ലാം ഒക്കെ ഇങ്ങനെയാണ്, പിന്നെയൊക്കെ ശരിയാവുന്നു.
ദേവി പറഞ്ഞു ഞാൻ ഇവരൊന്നും വിട്ടുപോകാനുള്ള സങ്കടം കൊണ്ടൊന്നല്ല കാര്യമാണ്. പിന്നെ മനസ്സിലൊരു മന്ത്രം ജപിക്കുക. എന്താ മന്ത്രം? ശിശുപാല പോപ്പോ ഗോപാല വാവ. എന്താ മന്ത്രം? ശിശുപാല പോ പോ. ആര് വരണം? ഗോപാലൻ വരൂ, ഗോപാലൻ വരൂ എന്നിങ്ങനെ സങ്കടം വരുമോ ഈ ശിശുപാലൻ്റെ കൂടെ പോകേണ്ടി വരുമോ? അപ്പോഴാണ് ദേവിയുടെ ഇടത് കണ്ണൊന്ന്, ചിലപ്പം കണ്ണ് കടിക്കില്ലേ ചിലർക്ക് ഇല്ലേ? നമ്മൾ പറയില്ലേ കണ്ണ് കടിച്ചാൽ സ്ത്രീകൾക്ക് ഇടത്ത് കണ്ണും വലത് കണ്ണും കാണുങ്ങൾക്കും ചില സമയത്ത് ഇങ്ങനെ കണ്ണ് എന്തെങ്കിലും പടി തുടിക്കാന്നോ കടിക്കാന്നോ ഒരു ചൊറിയിൽ കണ്ണ് തുടിക്കല്ലേ അങ്ങനെ പറയില്ലേ? അപ്പം അതൊരു എന്തായിട്ടാണ് കാണുക? പലരും എന്തോ ഒരു കാര്യ ലക്ഷണമായിട്ട് കാണും. ആണോ? പറയൂ നിങ്ങൾ. പക്ഷെ ആരോ പറഞ്ഞ 60 വയസ്സ് കഴിഞ്ഞ് അങ്ങനെ വന്നാൽ കാറ്ററാക്റ്റിൻ്റെ ആരംഭമാണത്രേ. പിന്നെ വീട്ടിൽ 2 ഭർത്താവ് 4 മക്കളൊക്കെ വരും. മനസ്സിലായില്ലേ? അതുകൊണ്ട് അതൊക്കെ സൂക്ഷിച്ചോളൂ നിങ്ങൾ. കണ്ണു തുടിക്കണം എന്തോ നല്ല ലക്ഷണം എന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത്. കാരണം പ്രായമാകുമ്പോൾ കണ്ണിന് എന്തെങ്കിലുമൊക്കെ അത് നോക്കൂ. ഒരു പാവം ഒരു രോഗി എന്നിട്ട് ഡോക്ടറെ അടുത്ത് ചെന്ന് അയാൾക്ക് 2 ഭാര്യ, വീട്ടിൽ 2 ഭാര്യ. അപ്പോൾ ഇയാൾ ഡോക്ടറെ അടുത്ത് ചെന്നപ്പം ഡോക്ടർ കണ്ണിൻ്റെ ഡോക്ടറാണ്. അപ്പോൾ കണ്ണിൻ്റെ ഡോക്ടർ ഇയാളോട് ഇരിക്കുക, നിങ്ങളെന്തിനാ 3 പേര് വന്നത് എന്ന്. ഈ ഡോക്ടർക്ക് ഈ രോഗികളെ കണ്ട് 2 3 തുടങ്ങി എന്ന് പറഞ്ഞ പോലെ. അപ്പം ഇങ്ങനെ ഇവിടെ ദേവിയുടെ കണ്ണ് തുടിച്ചതും ബ്രാഹ്മണനതാ മുന്നിലും. ദേവി ഓടിച്ചെന്നു ബ്രാഹ്മണൻ്റെ മുന്നിലേക്ക്. ബ്രാഹ്മണൻ പറഞ്ഞു, സത്യം ച ഉക്തവചനം ആത്മോപനയനം പ്രതി. കൃഷ്ണനെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. പേടിക്കേണ്ട ദേവി, കൃഷ്ണൻ കൂട്ടിക്കൊണ്ടുപോകുന്നു. ദേവി ചെന്ന് മേക്കപ്പുകാരോടൊന്ന് പൂജിക്കോളുമെന്നു. കാരണം ഇപ്പോൾ ശിശുപാലൻ ഔട്ട്. ഇപ്പം ആരാണുള്ളത്? ഗോപാലൻ ലൈവിലുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാൻ ആരുടെ കൂടെയാണ് പോകുന്നത്? ഗോപാലൻ്റെ കൂടെ. എത്ര എന്തൊക്കെ വെച്ചൊക്കെ പൂജിക്കോളും. അങ്ങനെ അവർ അലങ്കരിച്ചു ദേവിയെയും കൊണ്ട് ഘോഷയാത്രയായിട്ട് ദേവീ ക്ഷേത്രത്തിലെത്തി. ദേവി കൈകൂപ്പി ഹൃദയം അർപ്പിച്ചുകൊണ്ട് ദേവിയോട് പറയാണ്, ദേവിയോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ പാർവതി ദേവിയോട് പറയുകയാണ്, നമസ്തേ ത്വാംബികേ വിഷ്ണം സ്വസന്താനയുതം ശിവം ഭൂയാൽപതിർമേ ഭഗവൻ കൃഷ്ണസ്തനോമോദനം. എന്നും ദേവി കൃഷ്ണൻ്റേതായി തീരണേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഘോഷയാത്ര താഴോട്ട് ഇറങ്ങുന്നു. എവിടെയോ ഒരിടത്ത് ആരുണ്ട്? കൃഷ്ണനുണ്ട്. എങ്ങനെയാണ് ഇപ്പം കൃഷ്ണന് കോൾ കൊടുക്കുക? എന്നാണ് ഈ ഫോണിൽ കൂടെ മിസ് കോൾ അടിക്കാം. അന്നത്തെ കാലത്ത് എന്താ ചെയ്യുക? ദേവി ഒരു കള്ളത്തരം കാണിച്ചു. തൻ്റെ മുന്നിലിരിക്കുന്ന തോഴിയോട്, ഒന്ന് നിൽക്കും, എൻ്റെ കണ്ണിലെന്തോ കരട് പോയി, ഒന്ന് ശരിയാക്കുന്നു. ആ തോഴി വിചാരിച്ച് സത്യമാണെന്ന്. ഈ ഒളിവിൽ ദേവി വിളിച്ചാൽ നോക്കുകയാണ്. ആരെ എത്തി നോക്കുകയാണ്? ആരെ? കൃഷ്ണനെ. എവിടെയോ കണ്ടതും കണ്ടുകൊണ്ട് കാണിച്ചു കൊടുത്തു. എങ്ങനെ എനിക്കറിയില്ല. കോള് കൊടുത്തു. കൃഷ്ണൻ അവിടുന്ന് ഹേ സുന്ദരി എന്നൊക്കെ പറഞ്ഞ് ചാടുന്നു. ദേവി എടുക്കുന്നു, രഥത്തിലിരുത്തുന്നു. പോക്കാണ്. അപ്പുറത്തുനിന്ന് വേറൊരാൾ, ആയോ ആര് അങ്ങനെയാണ് ഈ പ്രയോഗം വന്നത്. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോകുന്നത്. പിന്നെ അവിടെ ഘോര യുദ്ധം. ജരാസന്ധൻ സൈന്യത്തെയും കൊണ്ട് ഇപ്പം ശരിയാക്കും ഞാൻ കൃഷ്ണനെ. ഏറ്റവും നാണം കെട്ടത് രുക്മിണിയുടെ സഹോദരൻ രുക്മി. കൃഷ്ണനെ കൊന്നേ ഞാൻ അടങ്ങുള്ളൂ എന്ന്. ഘോരയുദ്ധം. ജരാസന്ധനെ ബലരാമസ്വാമി തോൽപ്പിച്ചു കൊടുത്തു. ജരാസന്ധൻ ശിശുപാലനോട് പറഞ്ഞു, ഒരു തുണി സംഘടിപ്പിക്കണം നമുക്കെന്ന്. ശിശുപാലൻ ചോദിച്ചാൽ അതെന്തിനാണ്? നിൻ്റെ തലയിലിട്ട് കൊണ്ടുപോകാൻ. കാരണം പെണ്ണ് കെട്ടാൻ വന്നിട്ട് ആൾക്കാർ കണ്ടാൽ മോശമാണ് നിന്നെ എങ്ങനെയെങ്കിലും കാണാത്ത രീതിയിൽ ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന്. അപ്പുറത്താണെങ്കിൽ രുക്മിയും കൃഷ്ണനും തമ്മിൽ യുദ്ധം. കൃഷ്ണൻ രുക്മിയെ പിടിച്ച് കെട്ടി തൻ്റെ വാൾ ഉറയിൽ നിന്ന് ഒരു വെട്ടാൻ നിൽക്കുകയാണ്. ആ സമയത്ത് രുക്മിണി രഥത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അരുത് കൃഷ്ണ, എൻ്റെ സഹോദരനായതുകൊണ്ട് പറയല്ല. ആളിത്തിരി പൊട്ടനാണെങ്കിലും കൊല്ലണ്ട, നല്ലൊരു ദിവസം തന്നെ തീർക്കണ്ട. കല്യാണ ദിവസം തന്നെ സഹോദരൻ്റെ തല വെട്ടി എന്നുള്ള വാർത്ത കേൾക്കണ്ടല്ലോ. അരുത്, കൊല്ലരുത്. കൃഷ്ണൻ അക്ഷരം പ്രതി അനുസരിച്ചു. എന്താ കാരണം വെച്ചാൽ കൃഷ്ണന് മനസ്സിലായി, നല്ലൊരു കുടുംബജീവിതം കൊണ്ടു നടക്കണമെങ്കിൽ ഭാര്യ പറയുന്നത് എന്താ, ബാക്കി നിങ്ങൾ പറയണം. അത് കേട്ടില്ല പലരും. ഭാര്യ പറയണത്
അക്ഷരം അനുസരിക്കണമെന്നോ അക്ഷരം പ്രതി അനുസരിക്കണമെന്നോ? ഭാര്യ പറയണത് അനുസരിക്കണം. കൃഷ്ണൻ ആദ്യം തന്നെ ഭാര്യ പറഞ്ഞത് അനുസരിച്ചു. പറഞ്ഞു, യോഗേശ്വര പ്രമേയാത്മാ ദേവദേവ ജഗൽപദേ ഹന്തും നാഹസി കല്യാണ ഭ്രാതരം മേ മഹാഭുജ്. അങ്ങനെ ഭഗവാൻ ദേവിയെയും കൊണ്ട് ദ്വാരകയിലെത്തുന്നു. അങ്ങനെ ദ്വാരകയിൽ വെച്ച് ഭഗവാന്റെയും രുക്മിണി ദേവിയുടെയും വിവാഹം മംഗളമായി നടക്കുകയാണ്. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ, വേദമന്ത്രങ്ങളുടെ ഘോഷത്തിൽ, വാദ്യമേളങ്ങളുടെ താളത്തിൽ, എല്ലാ മഹാന്മാരുടെയും സമക്ഷത്തിൽ ഇതാ എത്രയോ പൗരജനാവലി നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഭഗവാൻ വിവാഹം നടത്തുന്നു. അപ്പോൾ നമ്മൾ വിവാഹത്തിലേക്ക് കിടക്കുകയാണ്. നമ്മൾ കല്യാണം എല്ലാവരും ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാം കംപ്ലീറ്റ്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. എല്ലാവരും അവിടെ ഇരുന്നു കൊണ്ടേ കാണാവൂ, ആരും എണീറ്റ് നിൽക്കരുത്. അങ്ങനെ ഭഗവാൻ രുക്മിണി ദേവിയെ വരിക്കുന്നു എന്ന ഭാഗം നമ്മൾ വായിക്കുകയാണ്. ശ്രീശുഗൗവാച ഏവം ഭഗവതാ തന്നീ രാമേണ പ്രതിബോധിത വൈമനസ്യം പരിത്യജ്യ മനോബുദ്ധ്യാ സമാദദേ പ്രാണാവശേഷവുത്സൃഷ്ടോ ദർഭിർഹതബലപ്രഭാ സ്മരൻ വിരൂപകരണം വിദദാത്മമനോരഥം. പ്രാണാവശേഷവുത്സൃഷ്ടോ ദർഭിർഹതബലപ്രഭാ സ്മരൻ വിരൂപകരണം വിദദാത്മമനോരഥ. ചക്രേ ഭോജഗടം നാമ നിവാസായ മഹത്വരം അഗത്വാദുമതിം കൃഷ്ണം അപ്രത്യോംഗയദീയസിൻ കുണ്ഡിനം ന പ്രവേക്ഷ്യാമി യുക്തുക്താ തത്രാവസൽരുഷ ഭഗവാൻ ഭീഷ്മകസുതാം ഏവം നിർജിത്യ ഭൂമിപാൻ പുരമാനീയമിതിവോ ഉഭയമേ കുരുത്വഃ ഭഗവാൻ ഭീഷ്മകസുതാം ഏവം നിർജിത്യ ഭൂമിപാൻ പുരമാനീയമിതിവോ ഉഭയമേ കുരുത്വഃ ഭഗവാൻ ഭീഷ്മകസുതാം ഏവം നിർജിത്യ ഭൂമിപാൻ പുരമാനീയമിതിവോ ഉഭയമേ കുരുത്വഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ